الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين اللهم لك الحمد അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട് മഹത്തായ നമ്മുടെ ഇൽമിൻ്റെ സദസ്സുകളിലേക്ക് റമദാനും അതിലുള്ള ഇബാദത്തുകളും അതിൻ്റെ ശേഷം പെരുന്നാളുമൊക്കെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയതിൻ്റെ ശേഷം നമ്മുടെ ഇൽമിൻ്റെ സദസ്സുകളിലേക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമുക്ക് തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിലും ദുനിയാവിലും നമുക്ക് ധാരാളം നിഅമത്തുകൾ ചെയ്തു തരുന്നു. ആ നിഅമത്തുകൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിന് നന്ദിയുള്ള അടിമകളായി നമ്മൾ മുന്നേറുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ലഇൻ ശകർതും ലഅസീദന്നകും നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ലഭിച്ച നിഅമത്തുകൾ നിലനിർത്തുകയും അതിലേറെ കൂട്ടിത്തരുകയും ചെയ്യും എന്നുള്ള വാഗ്ദാനമാണ്. അള്ളാഹു വാഗ്ദത്തം ലംഘനം കാണിക്കാത്തവനാണ്. അവൻ നടത്തിയ വാഗ്ദത്തം അവൻ അത് പൂർത്തിയാക്കി നൽകുന്നവനാണ്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്തുകൾക്ക് നമ്മൾ ഏതെങ്കിലും ലക്ഷ്യങ്ങളും താൽപ്പര്യങ്ങളും യുക്തികളും കൗശലങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നന്ദികേട് കാണിക്കുന്നവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന താക്കീത് വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. പഠിപ്പിക്കുന്ന ആളുകളാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കിത്തരുന്നവരാണെങ്കിലും അള്ളാഹുവിൻ്റെ ബഹുമാന ആദരവ് കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തുകളാണ് ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാഗത്തിൽ ഒരിക്കലും വീഴ്ചകളോ കൗശലങ്ങളോ കുറുക്കുവഴികളോ അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് നന്ദികേടുകളോ ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. എന്നാലേ ഈ ആദരവ് നമുക്ക് നിലനിന്ന് കൂടുതൽ ലഭിച്ച് നാം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിയുന്ന സമയത്ത് നമ്മുടെ പിന്നിലുള്ള തലമുറകൾക്ക് ഇത് കൈമാറാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലതീഫുൻ ഖബീറുമാണ്. നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മുടെ ഭാഗത്തിൽ വീഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നിഅമത്തുകൾ നഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവന് നന്ദി ചെയ്യുന്ന അടിമകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ ദഅവത്ത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ ഉറക്കം കെടുത്തുകയും അവർക്ക് അവരുടെ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും അത്രയും കാലം അവർക്ക് അനുഭവ പരിചയമുള്ള ആദർശങ്ങളെ അത് തെറ്റാണ് എന്ന് പരസ്യമായി പറയുന്നത് അവർക്ക് താങ്ങാൻ കഴിയാതിരിക്കുകയും ചെയ്തപ്പോൾ എങ്ങനെയെങ്കിലും പ്രവാചകന്റെ ആ ദഅവത്തിനെ നിർത്തൽ ചെയ്യാൻ തടസ്സവാദങ്ങളുമായി പല മാർഗങ്ങളും പല രൂപേണയും അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമക്ക് തൻ്റെ ഈ ദഅവത്തിൽ മുന്നേറാൻ വേണ്ടി ആദർശത്തിൻ്റെ പേരിൽ സ്നേഹമില്ലെങ്കിൽ കൂടി കുടുംബപരമായ ആ ബന്ധം ആ ബാധ്യത നിർവഹിച്ചുകൊണ്ട് അബൂ താലിബ് എന്ന് പറയുന്ന പ്രായാധിക്യമുള്ള മക്കയിലെ ആളുകളുടെ ബഹുമാന ആദരവുള്ള ഖുറൈശി പ്രമുഖനായ ആ മനുഷ്യൻ പ്രവാചകന് താങ്ങും തണലുമായി കൊണ്ട് സദാസമയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ദഅവത്തിനെ തടയാനോ പ്രവാചകനെ ശാരീരികമായിട്ട് എന്തെങ്കിലും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ കഴിയാതിരിക്കുമാർ ആ മനുഷ്യന്റെ സംരക്ഷണം അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും പലജാതി ഉപാധികളുമായി പലജാതി ഓഫറുകളുമായി പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായി ഖുറൈശികൾ അബൂ താലിബിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതിൽപ്പെട്ട ഒരു രംഗം ആ വന്ന ഒരു സംഭവം അതാണ് സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന ഭാഗത്തിൽ പറയുന്നത് ആഖിറു വഫ്ദി ഖുറൈശിൻ ഇലാ അബീ താലിബിൻ. അബൂ താലിബിന് ഏകദേശം 180 വയസ്സായിട്ടുണ്ട്. ഈ വാർദ്ധക്യത്തിൻ്റെ സമയത്ത് പ്രവാചകനോടുള്ള വെറുപ്പും പ്രവാചകന്റെ ദഅവത്തിനോടുള്ള വെറുപ്പ് കാരണം ഖുറൈശികളായ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കീങ്ങളായ ആളുകൾ ബനൂ ഹാഷിം കുടുംബത്തിന് ഒരു ഊരുവിലക്ക് അവർ പ്രഖ്യാപിച്ചു. അവരുമായിട്ടുള്ള കച്ചവട വിവാഹ ബന്ധങ്ങൾ കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു സഹായവും അവരുമായിട്ട് നടത്താതെ അവരുമായിട്ട് മക്കയിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഒരു ബന്ധവും നിലനിർത്താതെ അവരെ പൂർണ്ണമായി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി
ഷുഐബ് അബി താലിബ് എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് ഇവർ മാറി നിൽക്കേണ്ടി വന്നു. അവിടെ ഏകദേശം വർഷങ്ങളോളം വരുന്ന സമയത്ത് അവരവിടെ കഴിച്ചുകൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ താലിബും ബനൂ ഹാഷിം കുടുംബവും അവിടെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. സാമ്പത്തികമായ ഉപാധികൾ അവർക്ക് നിഷേധിക്കപ്പെട്ടു. അങ്ങനെ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ആ പറയുന്ന ഊരുവിലക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി ആ കരാറിൽ ഒപ്പിട്ട പല ആളുകളും ഇവർ കഷ്ടപ്പെടുന്ന യാതനകൾ കണ്ട് മാനുഷികമായ പരിഗണന വെച്ച് അതിൽ നിന്ന് ആ പറയുന്ന കരാറുകൾ പൊളിക്കാനും അത് തകർക്കാനും ആ പറയുന്ന ഊരവൽക്കിൽ നിന്ന് ഇവർക്ക് രക്ഷയും സുരക്ഷയും നൽകാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മുമ്പ്. അങ്ങനെ പിന്നീട് ആ ഊരുവിലക്കിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു. അബൂ താലിബ് മാനസികമായിട്ട് ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ അബൂ താലിബ് നേരിട്ടു. പ്രായാധിക്യം കൊണ്ട് 19 വയസ്സോളം പ്രായം ആ മനുഷ്യനായിരുന്നു. അങ്ങനെ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന ശുഐബ്, ആ പറയുന്ന ഊരുവിലക്ക് പ്രഖ്യാപിച്ച ആ സ്ഥലത്ത് നിന്ന് ഷുഐബ് അബീ താലിബ് എന്ന് പറയുന്ന അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ പിന്നെ സമൂഹത്തിൽ അവർ വന്നു. വജഅല യഅമലു അലാ ഷാക്കിലത്തിഹി, പ്രവാചകന്റെ ദഅവത്തുമായി മുന്നോട്ട് പോവുകയാണ്. വഖുറൈശു വഇൻ കാനൂ ഖദ് തറകൂ അൽ ഖതിയ, ഈ ഊരുവിലക്ക് പ്രവാചകന്റെ കുടുംബത്തെ ബനൂ ഹാഷിമിനോടുള്ള ആ ഒരു ബന്ധവിച്ഛേദം അവരൊഴിവാക്കി, ആ കരാറൊക്കെ അവരൊഴിവാക്കി എന്നുണ്ടെങ്കിൽ പോലും ലാകിന്നഹും ലം യസാലു ആമിലീന അലാ ഷാക്കിലത്തിഹിം, അവരുടേതായ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. മിനല്ലഗത്തി അലൽ മുസ്ലിമീൻ വസ്വദ്ദി അൻ സബീലില്ലാഹ്, മുസ്ലിമീങ്ങളുടെ മേൽ പല ജാതി സമ്മർദ്ദങ്ങളും അവർ ചെലുത്തുന്നുണ്ട്. അവർ ഇസ്ലാം ഒഴിവാക്കാൻ വേണ്ടി, പ്രവാചകന്റെ പിന്നിൽ നിന്ന് അവർ മാറി നിൽക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളുടെ മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്കുള്ള ഈ ദഅവത്ത് നിർത്തിവെക്കാൻ അതിന് തടസ്സവാദങ്ങൾ ഏതൊക്കെ മാർഗത്തിൽ കൂടെ ചെയ്യാൻ കഴിയുന്നുവോ അത് തടയാൻ എങ്ങനെയൊക്കെ കഴിയുന്നു ആ രീതികൾ ഖുറൈശികളും അവർ നടത്തുന്നുണ്ട്. വഅമ്മ അബൂ താലിബ്, ഇത് രണ്ടിന്റെയും ഇടയിൽ അബൂ താലിബ് ഫഹുവ ലം യസൽ യഹൂതു ഇബ്ന അഖി, അബൂ താലിബിന്റെ സഹോദരന്റെ മകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായ സംരക്ഷണം അബൂ താലിബ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ലാകിന്നഹു കാന ഖദ് ജാവസ 80 മിൻ സിന്നി, 50 വയസ്സ് അത് വിട്ടുകടന്നു. അബൂ താലിബിന് വാർദ്ധക്യമായി, ശാരീരികമായ അവശതകൾ ആ മനുഷ്യനെ അനുഭവിക്കാൻ തുടങ്ങി. വകാനത്തിൽ ആലാമു വൽ ഹവാദിസു അൽ ലഖിമ, ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ, അത് അൽ മുത്തവാലിയ തുടർന്ന് കൊണ്ടേ വരുന്ന സംഭവങ്ങൾ, മുൻദു സനവാത്തിന് വർഷങ്ങളായിട്ട്. ലാ സിയമ ഹിസാറു ഷാബ്, ആ പറയുന്ന ബനൂ ഹാഷിമിനോടുള്ള ഖുറൈശിയുടെ ഊരവരക്ക് പ്രത്യേകിച്ച് ഖദ് വഹനത് വളഅഫത് മഫാസിലുഹു വകസറത് സുലുബുഹു, അബൂ താലിബ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കൂടി നേരിട്ടിട്ട് അഭിമുഖീകരിച്ച് ശാരീരികമായി കണുപ്പുകളൊക്കെ ബലഹീനമായി, ശാരീരികമായിട്ട് അദ്ദേഹത്തിന്റെ മുതു അത് പൊട്ടിത്തകർന്നു എന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയാത്ത, മുന്നോട്ട് പോകാൻ കഴിയാത്ത, നേരിടാൻ ഇനി കഴിയാതിരിക്കുമാറ് അവശതകൾ ആ മനുഷ്യനെ പിടികൂടി അബൂ താലിബിനെ. ഫലം യംളി അലാ ഖുറൂജിഹി മിന അശ്ശാബി ഇല്ലാ അശ്ഹുറുൻ മഅദൂദാത്ത്, അങ്ങനെ പിന്നീട് ആ ഊരവിലക്ക് അതിൽ നിന്നൊക്കെ പുറത്തു പോന്ന് രക്ഷപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞു. വഇദാ ഹുവ യുലാഹിഖുഹു അൽ മറദു വയുലിഹു ബിഹി, അബൂ താലിബ് രോഗിയായി, ഒരു മനുഷ്യന് താൻ കഴിയാതെ ശാരീരികമായി മാനസികമായി അവശതകൾ കണക്കിലധികം പ്രായാധിക്യമായി, അങ്ങനെ ഈ വലിയ വലിയ പ്രശ്നങ്ങൾ നേരിട്ട് അവസാനം രോഗം ആ മനുഷ്യനെ വേട്ടയാടാനും പിടികൂടാനും തുടങ്ങി. വഹീനഇദിൻ ഖാഫൽ മുശ്രികൂൻ സൂഅ സുംഅതിഹിം ഫിൽ അറബ്, അപ്പോൾ അബൂ താലിബ് രോഗിയായി, പ്രായമായിട്ടുണ്ട്, ഏതു സമയത്തും ആ മനുഷ്യൻ മരിക്കും, വിട പറയും എന്ന് മുശ്രിക്കീങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊരു പേടി. എന്താ പേടി? അബൂ താലിബ് മരിച്ച് അതിൻ്റെ ശേഷം നമ്മളെങ്ങാനും അബൂ താലിബിന്റെ സഹോദരന്റെ മകനായ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഉപദ്രവിക്കുകയോ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുകയോ ഒക്കെ ചെയ്താൽ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലൊക്കെ മറ്റുള്ള അറബി ഗോത്രങ്ങൾ എന്ത് പറയാം, അബൂ താലിബ് മരിക്കാൻ കാത്തു നിൽക്കുകയാണ് ഇവർ ആ മനുഷ്യനെ ആക്രമിക്കാൻ, കൊല്ലാൻ, ഉപദ്രവിക്കാൻ എന്ന് പറയും. അത് നമുക്കൊരു ചീത്തപ്പേരാകും. അതുകൊണ്ട് അബൂ താലിബ് മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം ഈ വിഷയത്തിൽ. ഇവന്റെ ഈ നിലപാട്, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ആദർശവും ഈ നിലപാടും നമ്മുടെ ആദർശങ്ങളെയും നമ്മുടെ പൂർവിക പിതാക്കന്മാർ നിർവഹിച്ചിരുന്ന ആരാധനകളെയൊക്കെ വിമർശിക്കുന്ന, അതിൽ നിന്ന് അവനെ തടയാൻ എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടേ മതിയാകൂ അബൂ താലിബ് മരിച്ച് പിരിയുന്നതിൻ്റെ മുമ്പ് എന്നാണ് അവർ തീരുമാനിക്കുന്നത്. ഫഹാവലു മറത്തൻ ഉഖറ, അങ്ങനെ വീണ്ടും മറ്റൊരു പ്രാവശ്യം അവർ ശ്രമിക്കാണ്. അൻ യുഫാവിദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈ, അബൂ താലിബിന്റെ മുന്നിൽ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഒരു സംഭാഷണം നടത്തി, ഒരു ചർച്ചയും ഒരു പരിഹാര മാർഗങ്ങളും അവർ ശ്രമിക്കാണ്. വയുഅതു ബഅദ മാ ലം യർളു ഇഅതാഅഹു, ഇതുവരെ അവർ സമ്മതിക്കാത്ത ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സമ്മതിക്കാൻ പോവുകയാണ്.
ഇത്രയും കാലം അവർ ഇഷ്ടപ്പെടാത്ത, അംഗീകരിക്കാൻ തയ്യാറാകാത്ത, അവർ നൽകാൻ തയ്യാറാകാത്ത ചില കാര്യങ്ങൾ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് നൽകാൻ അവർ തയ്യാറാകാണ്. അങ്ങനെ പിന്നീട് ഖുറൈശികളിൽപ്പെട്ട പ്രമുഖരായ 10-25 ആളോളം സമൂഹത്തിലുള്ള മുഖ്യരായ 10-25 ആളുകളോടുകൂടെ അബൂ താലിബിന്റെ അടുത്തേക്ക് വീണ്ടും ഒരു പ്രതിനിധി സംഘം അവർ പോകാൻ തീരുമാനിച്ചു. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവം വിവരിക്കുന്നത്, ലമ്മഷ്തക അബൂ താലിബ് രോഗിയായി, വബലഗ ഖുറൈശൻ സിഖലുഹു, അബൂ താലിബ് സ്വാഭാവികമായിട്ടും ശാരീരിക മാനസികമായിട്ട് വലിയ ഭാരിച്ച ഒരു ഭാരം ആ മനുഷ്യൻ സഹിക്കുന്നുണ്ട് എന്നവർക്ക് മനസ്സിലാക്കി. ഏത് നിമിഷവും അബൂ താലിബ് മരിച്ചു പിരിഞ്ഞു പോകുമെന്നവർക്ക് ഉറപ്പായി. ഖാലത്തു ഖുറൈശുൻ ബഅദുഹാ ലിബഅദിൻ, ഖുറൈശികൾ പരസ്പരം അവർ പറഞ്ഞു, ഇന്ന ഹംസത വ ഉമറ ഖദ് അസ്ലമ, നിശ്ചയം ഹംസയും ഉമറും റളിയല്ലാഹു അൻഹുമ, റസൂലിന്റെ പിതൃവിനായ ഹംസ റളിയല്ലാഹു അൻഹു, അമീർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖുറൈശികൾ അറിയപ്പെട്ട സമർത്ഥരായ, ധീരരായ, ശക്തരായ, ചടുലതയുള്ള യുവാക്കളായിരുന്നു. അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വഖദ് ഫശ അംറു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖബായില ഖുറൈശിൻ കുല്ലിഹ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ഈ കാര്യം, ഈ ദഅവത്തും കാര്യങ്ങൾ ഖുറൈശി കുടുംബങ്ങൾ മുഴുവനും അത് പ്രചരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അവന്റെ പിന്നിൽ ആളുകൾ ദിനംപ്രതി കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫൻതലിഖൂ ബിനാ ഇലാ അബീ താലിബിൻ, നമ്മൾ ഒന്നുകൂടി അബൂ താലിബിന്റെ അടുത്തേക്ക് പോവുക. ഫലിയഖുദ് അല ബനി അഖീഹി, എന്നിട്ട് അവന്റെ സഹോദരനെ അവനൊന്ന് പിടിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന്, വലിയുഅ്തിഹി മിന്ന, നമ്മൾ അവൻ ആവശ്യപ്പെടുന്ന ചില ഉപാധികൾ അവന് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതേപോലെ നമ്മൾ ചില ഉപാധികളും ചില കാര്യങ്ങളും അവനോട് ആവശ്യപ്പെടുന്നത് അവൻ ഇങ്ങോട്ടും നമുക്കും നൽകാൻ തയ്യാറായി ഒരു രമ്യതയിലേക്ക്, ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നമ്മളും അവനും തമ്മിൽ ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് അവർ ചർച്ച ചെയ്തെത്തുന്നത്. അത് അബൂ താലിബ് മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ തീരുമാനമായാൽ നമുക്കും സമാധാനമായി, അവനും സമാധാനമായി, അതല്ലെങ്കിൽ കാര്യരംഗം വഷളാകും, നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകും എന്ന്. അങ്ങനെ മശൂ ഇല അബീ താലിബിൻ ഫകല്ലമു, അബൂ താലിബിന്റെ അടുത്തേക്ക് പ്രതിനിധി സംഘം പോയി. അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ചു. ആരൊക്കെയാണ് പോയത്? വഹും അഷ്റാഫു ഖൗമിഹി, ഖുറൈശികളിലുള്ള പ്രമുഖരായ ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. ഉത്ബത്ത് ബിൻ റബീഅയുണ്ട്, ഷൈബത്ത് ബിൻ റബീഅയുണ്ട്, അബൂജഹൽ ബിൻ ഹിഷാമുണ്ട്, ഉമയ്യത്ത് ബിൻ ഖലഫുണ്ട്, അബൂ സുഫിയാൻ ബിൻ ഹർബുണ്ട്. ഇവരൊക്കെ പ്രമുഖരായ ആളുകളാണ് മക്കയിലുണ്ടായിരുന്നത്, അറിയപ്പെട്ട പേരെടുക്കപ്പെട്ട ആളുകളാണ്. ഫീ റിജാലിൻ മിൻ അഷ്റാഫിഹിം വഹും 25 തഖരീബൻ, ഏകദേശം 25ഓളം പ്രമുഖരായ ആളുകളുണ്ട്. സാധാരണക്കാരല്ല താനും, ഉന്നതരായ നാട്ടിൽ അറിയപ്പെട്ട ആളുകളാണ്. അവരങ്ങനെ ചെന്ന് അബൂ താലിബിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ അബാ താലിബ് ഇന്നക മിന്ന ഹൈസു ഖദ് അലിം, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനവും ബഹുമാനവും ആദരവും പരിഗണനയുമുള്ള വ്യക്തിയാണ്. വഖദ് ഹദറക മാ തറ, നിനക്കറിയാൻ നിന്റെ മകൻ, സഹോദരന്റെ മകൻ ഇവിടെ സമൂഹത്തിൽ വരുത്തിവെക്കുന്ന ഈ വിഷയങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്കറിയും ചെയ്യാം. നിങ്ങളുടെ ഇടയിൽ ബഹുമാനും ആദരവും സമൂഹത്തിലുള്ള ഇത്രയും ആളുകൾ, 10-25ഓളം ആളുകളാണ് ഇപ്പം നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. വതഖവുഫുന അലൈക്, ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലാണ് പേടി. വഖദ് അലിംതല്ലദീ ബൈനനാ വബൈന ബനി അഖീക്, നിങ്ങളുടെ സഹോദരന്റെ മകനും ഞങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഫദ്ഉഹു ഫഖുദ് ലഹു മിന്ന, അവനെ വിളിച്ചിട്ട് ഇവിടെ വെച്ച് ചില കാര്യങ്ങളൊക്കെ സംഭാഷണങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് അവരിന് ചില കരാറുകളും അവന് ഞങ്ങളിൽ നിന്ന് ചില കരാറുകളും കൊടുത്ത് ഒരു രമ്യത, ഒരു പരിഹാരമാർഗം നമ്മളിതിനുണ്ടാക്കുക. ലിയകുഫ അന്ന വനകുഫ അൻ, ഞങ്ങൾ അവൻ ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനും പോണില്ല. അവൻ ഞങ്ങളെയും ഞങ്ങളുടെ ആദർശത്തെയും ഞങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെയും ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനും വിമർശിക്കാനും അവനും വരാൻ പാടില്ല. ഞങ്ങളെയും ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദീനെയും അഥവാ ശിർക്കിനെയും വിഗ്രഹ ആരാധനയെ, ബിംബാരാധനയെ അതോൻ ഒഴിവാക്കണം, അതിനെ വിമർശിക്കാൻ പാടില്ല. ഇനി അവനെയോ അവൻ ആരാധിക്കുന്ന അവൻ്റെ അള്ളാഹുവിനെയോ അവൻ്റെ മഅബൂദിനെയോ അവൻ്റെ കൂടെയുള്ള ആളുകളെയോ ഞങ്ങൾ ഉപദ്രവിക്കാൻ പോണില്ല. ഒരു മതസൗഹാർദ്ദം ഞങ്ങളും അവനും തമ്മിൽ ഉണ്ടാക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ആളുകൾ പറയുന്നത് പോലത്തെ അതിലേറെ, നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതിലേറെ കടന്ന് ചില ആളുകൾ പറച്ചിൽ തുടങ്ങിപ്പോൾ അവർ പറയും, ഞങ്ങൾ അവൻ്റെതിനെ വിമർശിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, അവൻ ഞങ്ങളെയും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, അല്ലാതെ ഞങ്ങളിതിന് അവനും ആരാധിക്കാൻ വരണം, സഹായിക്കാൻ വരണം എന്നൊന്നും മുശ്രിക്കീങ്ങൾ പറയുന്നില്ല. ഇപ്പം നടക്കുന്ന പല ആളുകളും പറയുന്നതിലേറെ ഒരുപാട് മാന്യതയാണ് അവർ കാണിച്ചത്. അപ്പോൾ ഫബഅസ അബൂ താലിബിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അബൂ താലിബ് ആളുകളെ പറഞ്ഞയച്ചു. ഫജാഅഹു, പ്രവാചകൻ വന്നു. ഫഖാല, എന്നിട്ട് അബൂ താലിബ് പറഞ്ഞു, യബ്ന അഖി, സഹോദരന്റെ മകനെ,
വയസ്സായ മനുഷ്യനാണ്, ബലഹീനനായ ശാരീരിക ഘടനയാണ് അബൂ താലിബ്. വളരെ ബലഹീനതയായിക്കൊണ്ട് നിസ്സഹായനായിക്കൊണ്ട് പറഞ്ഞു, ഹാ ഉലാഇ അഷ്റാഫു ഖൗമി, ഈ വന്നിരിക്കുന്നതൊക്കെ നിന്റെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നാട്ടിൽപ്പെട്ട പ്രമുഖരായ ആളുകളാണ്. ഖദിജ്തമഉ ലക ലിഉതൂക്, അവർ നിന്റെ അടുത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് ചില ഉപാധികളും കരാറുകളും നീ ഇഷ്ടപ്പെടുന്ന സമ്മതിക്കുന്ന ചില കാര്യങ്ങൾ നിനക്ക് നൽകാൻ വേണ്ടിയാണ്. വലിയ മിങ്ക്, നിന്നിൽ നിന്ന് ചില ഉപാധികളും കരാറുകളൊക്കെ വാക്കുകളൊക്കെ അവർക്കും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രമ്യതയും ഒരു സമാധാനവും ഒരു സൗഹാർദ്ദ അന്തരീക്ഷവും ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സുമ്മ അഖ്ബറഹു ബില്ലദീ ഖാലൂ ലഹു വഅറദു അലൈഹി, അഥവാ അവർ പറഞ്ഞ മുഖ്യമായ വിഷയം, അവരെയും അവരുടെ ആരാധ്യ വസ്തുക്കളെയും അവരുടെ ആരാധനയെയും നീ വിമർശിക്കാൻ പോകരുത്. നിന്റെ ആരാധനയെയും നിന്റെ ഈ ദീനിനെയും ആദർശത്തെയും അവരും വിമർശിക്കുകയില്ല എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. വഅറദു അലൈഹി മിൻ അദമി തഅറുദി കുല്ലി ഫരീഖിൻ ലിൽ ആഖിർ, ഓരോ വിഭാഗത്തിലുള്ള ആളുകളും മറുപക്ഷത്തുള്ളവരെ ഒരു നിലക്കും വിമർശിക്കാനോ എതിർക്കാനോ പോകരുത്. ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞ സമയത്ത് അബൂ താലിബിനോട് ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അറഅയ്തും, ഖുറൈശി പ്രമുഖരെ നിങ്ങളൊന്ന് പറഞ്ഞു തരി, ഇൻ അഅതൈതുകും കലിമതൻ തകല്ലംതും ബിഹാ, ഒരൊറ്റ വചനം, വളരെ ചുരുങ്ങിയ വാക്ക് നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ, മലക്തും ബിഹൽ അറബ്, അറബികളുടെ അധികാരം ആധിപത്യം മുഴുവനും നിങ്ങൾക്ക് ലഭിക്കും. വദാനത്തിലക്കും ബിഹൽ അജം, അറബികളല്ലാത്ത ലോകത്തുള്ള ആളുകൾ മുഴുവനും നിങ്ങളുടെ കീഴിൽ വരികയും ചെയ്യും. ഒരു വചനം, ഒരൊറ്റൊരു വാക്ക് നിങ്ങളത് പറഞ്ഞാൽ മതി. കൂടുതൽ ചർച്ചയും വേണ്ട, കൂടുതൽ സംസാരം വേണ്ട. നിങ്ങൾ ആ വാക്ക് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വമ്പിച്ച പുരോഗതി അതുകൊണ്ട് ലഭിക്കാനും പോകുന്നു. മറ്റുള്ള അറബികൾ മുഴുവനും ഖുറൈശികളായ നിങ്ങളുടെ കീഴിൽ വരും, അനറബികളായ ആളുകൾ മുഴുവൻ നിങ്ങൾക്ക് കീഴൊതുങ്ങി വരും. അറബികളുടെ അധികാരവും ആധിപത്യവും, കാരണം കഅബ ഷരീഫിന്റെ പരിസരത്തുള്ള ആളുകളാണ്, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടുത്തുള്ള അതിന്റെ ഖിദ്മത്തിന്റെ ആളുകളാണ് ഖുറൈശികൾ. സമൂഹത്തിൽ അവർക്കൊരു പേരും പ്രശസ്തിയുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന്റെ പൂർവ്വസ്ഥിതിയിൽ അധികാരവും ആധിപത്യവും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ചില റിവായത്തുകളിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോടായിട്ടാണ് പറഞ്ഞത്, ഇന്നി ഉരീദുഹും അലാ കലിമത്തിൻ വാഹിദ, ഒരൊറ്റൊരു വചനം അവർ പറഞ്ഞാൽ മതി, എൻ്റെ ഉദ്ദേശം ആവശ്യം അത് മാത്രമുള്ളൂ. അവരത് പറയുകയാണെന്നുണ്ടെങ്കിൽ അറബികൾ അവർക്ക് കീഴൊതുങ്ങും. വതുഅദ്ദി ഇലൈഹിം ബിഹാ അൽ അജമു അൽ ജിസിയ, അറബികളല്ലാത്ത ആളുകൾ അവർക്ക് ജിസിയ കൊടുത്ത് ഇവർ പറയും പോലെ കേട്ട് ജീവിക്കാൻ തയ്യാറാകും ചെയ്യുന്നു. ഇങ്ങനെ 2-3 റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്കുകൾ ഉണ്ട്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹദീസിന്റെ ചില വാക്കുകളിൽ അവിടെ ചില അഭിപ്രായങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനോട് യോജിച്ച വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത്. ഫലമ്മ ഖാല ഹാദിഹിൽ മഖാലത, അല്ലാഹുവിന്റെ റസൂൽ ഈ വാക്ക് പറഞ്ഞപ്പോൾ ഒരുപാട് സംസാരമില്ല, ഒരുപാട് ചർച്ചയില്ല. അവരിതുവരെ പ്രതീക്ഷിച്ചു വന്ന ആ വിഷയത്തിലേക്ക് കടന്നിട്ടുമില്ല. ഇങ്ങനെ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ തവഖഫു വതഹയ്യറു, ആ വന്ന പ്രമുഖരായ ഖുറൈശികൾ പിന്നീട് അവർക്കൊന്നും സംസാരിക്കാൻ കഴിയാതെ അതിന് മറുപടി കൊടുക്കാനും കഴിഞ്ഞില്ല, എതിർക്കാനും കഴിഞ്ഞില്ല. അവരാകെ പരിഭ്രമിച്ചു. വലം യഅരിഫു കൈഫ യർഫുദൂന ഹാദിഹിൽ കലിമത അൽ വാഹിദത അന്നാഫിഅത ഇലാ ഹാദിഹിൽ ഗായത്ത്, ഇത്രത്തോളം നേട്ടങ്ങളുള്ള, ബെനിഫിറ്റുള്ള, അവർക്ക് ഉപകാരപ്രദമായ ഈ ഒരൊറ്റ കുറഞ്ഞ ചെറിയൊരു വാക്ക് എങ്ങനെ അത് ഒഴിവാക്കുക? ആരതൊഴിവാക്കുക? ആ വാക്ക് പറയാൻ തയ്യാറായാൽ ലോകം മുഴുവനും അവരുടെ കാൽ കീഴിൽ വരും എന്നുള്ളത്, ലോകത്തിന്റെ മുഴുവനും ആധിപത്യം, അധികാരം, നേതൃത്വം അവർക്ക് ലഭിക്കും എന്നുള്ളത് എങ്ങനെ ഇത് ഒഴിവാക്കാൻ കഴിയും? എന്നാൽ ഒരുപാട് അധ്വാനം സാമ്പത്തികവും ശാരീരികമായിട്ട് ചെയ്യാനുള്ള വളരെ ചുരുങ്ങിയ ഒരൊറ്റ വാക്കേ ഉള്ളുതാൻ. അപ്പൊ അവർക്ക് ഇതിന് മറുപടി കൊടുക്കാനും കഴിഞ്ഞില്ല, അത് ഒഴിവാക്കാനും കഴിഞ്ഞില്ല, സ്വീകരിക്കാനും കഴിയാതെ അവരാകെ പരിഭ്രമിച്ചു. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ സുമ്മ ഖാല അബൂജഹലിൻ മാഹി, അപ്പൊ പിന്നീട് അബൂജഹൽ ചോദിച്ചു. ആ വന്ന കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടനും പരാജയപ്പെട്ട മനുഷ്യനും അബൂജഹലായിരുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, എന്താണ് നീ പറയുന്ന ഈ വാക്ക്? ഇത്രത്തോളം ഞങ്ങൾക്ക് അതുകൊണ്ട് നേട്ടം ലഭിക്കുന്ന വാക്ക് എന്താണ്? നിന്റെ വാപ്പാനെ കൊണ്ട് സത്യം ചെയ്ത് പറയാൻ ഞങ്ങൾ അതും അതിന്റെ 10 വാക്കും പറയാൻ തയ്യാറാണ്. ശത്രുക്കളായ ആളുകൾ സത്യം സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിലും ആളുകളുടെ മുന്നിൽ അവര് മോശക്കാരാവാതിരിക്കാൻ വേണ്ടി പറയുന്നത് പോലത്തെ വാക്ക് അബൂജഹലോട് പറഞ്ഞു. സ്വീകരിക്കാൻ വേണ്ടിയൊന്നുമല്ല, അതല്ല, ഒരു വാക്കോ
10 വാക്ക് ഞങ്ങൾ അതുപോലെ പറയാൻ തയ്യാറാണ്, ഏതാണ് നീ ഉദ്ദേശിക്കുന്ന വാക്ക് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയും. മക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അവർക്കറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവരത് പറയാൻ തയ്യാറാകാതെ അഹങ്കരിച്ചുകൊണ്ട് പിന്മാറുകയായിരുന്നു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമാണ് മക്കയുടെ കഅബ ഷരീഫിന്റെ ഉള്ളിലും പുറത്തും വെച്ച് അവരുടെ വീടുകളിലും അവരുടെ യാത്രകളിലുമൊക്കെ കൊണ്ടു നടന്ന് ആദരിക്കുന്ന ബിംബങ്ങളെ മുഴുവൻ ഒഴിവാക്കണം എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. സകല വിഗ്രഹങ്ങളെയും മലക്കൾ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, സൂര്യനെ ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, മരിച്ചുപോയ ആളുകളെ വിളിച്ച് തേടുന്ന ആളുകളുണ്ടായിരുന്നു, ലാത്ത ഉസ്സ പോലത്തെ പുണ്യപുരുഷന്മാരെ ആളുകളെ പേരിട്ട് വിളിച്ച് ഇബാദത്ത് പലതും ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ആ പറയുന്ന ചടങ്ങുകൾ മുഴുവനും ഒഴിവാക്കണം എന്ന് അവർക്ക് കൃത്യമായി അറിയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളാണെങ്കിൽ. അതുകൊണ്ട് ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവർ പറയാൻ സമ്മതിക്കൂല. അതിന്റെ അർത്ഥം അവർക്കറിയും, ആശയം അറിയും. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കയ്യമ്മല് കണക്കൂട്ടിയിട്ട്, തസ്ബീമാലമ കണക്കൂട്ടിയിട്ട്, ചൈനക്കാരുണ്ടാക്കിയ പ്ലാസ്റ്റിക്കിന്റെ ഒരു മോതിരം പോലത്തെ സാധനം കയ്യന്റെ വിരലും ഇട്ടിട്ട് നിൽക്കാതെ അതിമ കണക്കൂട്ടിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിന് വിരുദ്ധമായ ചടങ്ങുകൾ മുഴുവനും പലതും അവര് ഇപ്പുറത്ത് ചെയ്യുകയും ചെയ്യും. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണെന്നുള്ളത് ഇവർക്കറിയൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം കൃത്യമായിട്ട് അവരോട് മനസ്സിലാക്കിയതുമില്ല, അതിനവരോട് ശ്രമിക്കുകയും ചെയ്തില്ല. സൗകര്യമില്ലാത്തതുകൊണ്ടല്ല, ആളുകൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടുമല്ല, അത് അറിയാനും പഠിക്കാനും നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടുമല്ല, ആളുകൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അത് പരിഗണിക്കാത്തത് കൊണ്ട്, അതിന്റെ ഗൗരവം എന്താണ് എന്ന് അവരെ ഉണർത്താത്തത് കൊണ്ട്, അത് ഉണർത്തേണ്ടുന്ന ആളുകൾ. ചുരുക്കത്തിൽ ഇവരോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. അത് പറഞ്ഞാൽ വതഖലഊന മാ തഅബുദൂന മിൻ ദൂനിഹി, അതിന് വിരുദ്ധമായ നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ ഒഴിവാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോ ഫസഫഖൂ ബിഐദീഹിം, അവരെല്ലാവരുടെയും കൈകൊട്ടിയിട്ട് പറഞ്ഞു, അതുരീദു യാ മുഹമ്മദ് അൻ തജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ, പിന്നെ ആകൊരൊറ്റ ഇലാഹിനെ മാത്രം ആരാധിക്കുക. ഈ പറയുന്ന ആരാധ്യ വസ്തുക്കളായിട്ടുള്ള ബിംബങ്ങളെ മുഴുവത്തിനും ഒഴിവാക്കി. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അത് വല്ലാത്തൊരു പുതുമയുള്ള കാര്യമാണ്. എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ഇലാഹിനെ ആരാധിക്കാന്നുള്ളത് വല്ലാത്ത പുതുമയുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഇന്ന അംറകല അജബുൻ, ഇന്ന അംറകല അജബുൻ, നീ വല്ലാത്തൊരു അത്ഭുതകരമായ വാദവുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നവർ പറഞ്ഞു. മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ, കഴിഞ്ഞു പോയ സമുദായങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു വാദം ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. സത്യം ഉണ്ട്, കഴിഞ്ഞു പോയ സമുദായങ്ങളൊക്കെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ദഅവത്ത് നടത്തിയിട്ടുണ്ട്, അവർ ജനങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ വിഡ്ഢികളായി ഇവർ വരെ ഞങ്ങളത് കേട്ടിട്ടില്ല പരിഹസിച്ചുകൊണ്ട്, സത്യത്തെ ധിക്കരിച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്ന് ആ ഒരു വാക്ക് പറയാൻ അവർ തയ്യാറാകാതെ ഈ പറഞ്ഞ വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പോയി. ഇന്നഹു വല്ലാഹി മാ ഹാദർ റജുലു, അങ്ങനെ അവർ പരസ്പരം എന്ത് പറഞ്ഞു, ഈ മനുഷ്യൻ, നിങ്ങൾ എന്ത് തന്നെ അവൻ്റെ അടുത്ത് എന്ത് ഉപാധികളുമായി ചെന്നാലും നിങ്ങൾ പറയുന്നത് അവൻ സ്വീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഫൻത്വലിഖൂ വംളു അലാ ദീനി ആബായിക്കും, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങളുടെ പിതാക്കന്മാർ പൂർവികർ ആരാധിച്ച ആരാധന ആ കാര്യങ്ങൾ നിർവഹിച്ച് നിങ്ങൾ പൊയ്ക്കോളി, ഇവൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് പരസ്പരം അവർ പറഞ്ഞു. ഹത്താ യഹ്കും അല്ലാഹു ബൈനക്കും വബൈനഹു, അല്ലാഹു തീരുമാനം എടുക്കട്ടെ, അവൻ്റെ നമ്മുടെ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനം എടുക്കുന്നത് വരെ നമ്മൾ നമ്മുടെ ആദർശം കാര്യങ്ങളേറ്റ് പോവുക, ഇവനോട് ഒരു ചർച്ചയ്ക്ക് നമ്മൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ആ പറയുന്ന സദസ്സ് അവിടെ വെച്ച് പിരിഞ്ഞു. അവരവരുടേതായ ആദർശത്തിൽ ദീനുൽ ഇസ്ലാമിനെ എതിർക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഏതൊക്കെ നിലക്ക് ഉപദ്രവിക്കാൻ കഴിയുന്നുവോ ആ മാർഗങ്ങൾ അവർ പരിശോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദീന്, ആ ദഅവത്ത് ഭംഗിയായി ആളുകളുടെ മുന്നിൽ അതിൻ്റെ തബ്ലീഗും അത് എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകനും മുന്നോട്ട് പോയി. മുഅ്മിനീങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ പ്രയാസങ്ങളും ദുരിതങ്ങളും സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മക്കയിൽ അവർ കഴിച്ചുകൂട്ടുകയും ചെയ്തു. ഹബശയിലേക്ക് ഹിജ്റ പോയ ആളുകൾ അങ്ങനെ പോകും. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അബൂ താലിബ് പിന്നീട് മരണപ്പെടുകയാണ്. വയസ്സായിട്ടുണ്ട്, രോഗമായിട്ടുണ്ട്, പലജാതി പ്രശ്നങ്ങളും ആ മനുഷ്യനെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. അങ്ങനെ അലഹൽ മർദു ബി അബീ താലിബിൻ, അബൂ താലിബിന് മരണം അത് കലശലായി, അത് കൂടി. ഫലം യൽബസ് അൻ വാഫതുഹുൽ മനിയ, അബൂ താലിബ് പിന്നെ മരണപ്പെടുകയാണ്. വളരെ കുറഞ്ഞ ദിവസത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടു.
വകാനത്തു വഫാത്തുഹു ഫി റജബിൻ സനത 10 മിനൻ നുബുവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി 10ാമത്തെ വർഷത്തിൽ റജബ് മാസത്തിലാണ് എന്ന് ചരിത്രകാരന്മാർ ചിലർ പറഞ്ഞിട്ടുണ്ട്. അതല്ല റമദാൻ മാസത്തിലാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അബൂ താലിബ് മരണപ്പെടുന്നത് ഏതാണെങ്കിലും ഹിജറ 10ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി 10 വർഷം കഴിഞ്ഞതിൻ്റെ ആ സമയത്താണ് അബൂ താലിബ് മരണപ്പെടുന്നത്. എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സംരക്ഷണങ്ങളും മുസ്ലിമായില്ല എന്നുള്ളതൊഴിച്ചാൽ, ഈ ആദർശം ഈ ദീന് സ്വീകരിക്കാൻ തയ്യാറായ ഹിദായത്ത് ലഭിച്ചില്ല എന്നുള്ളത് മാറ്റിവെച്ചാൽ, ഏതൊക്കെ നിലക്കൊരു മനുഷ്യൻ സംരക്ഷണം സഹായം നൽകാൻ കഴിയുമോ ആ പറയുന്ന പൂർണ്ണമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മനുഷ്യൻ കുടുംബപരമായ ബന്ധം വെച്ച് സഹായങ്ങളും സംരക്ഷണം ചെയ്തു എന്നുള്ളത്, കുടുംബ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഒരു പിതാവിൻ്റെ, അതല്ലെങ്കിൽ ഒരു പിതാവിനിലേറെ ഒരു പടി മുന്നോട്ട് കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അബൂ താലിബ് ബാദൽ ഖുറൂജി മിന ശഅബി ബിസിത്തത്തി അശ്ഹുരിൻ, ശഅബ് അബീ താലിബിൽ നിന്നുള്ള ഊരുവിലക്ക് പ്രഖ്യാപിച്ച അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവരൊക്കെ സമൂഹത്തിൻ്റെ ഇടയിൽ വന്ന് 6 മാസം കഴിഞ്ഞ സമയത്താണ് അബൂ താലിബ് മരണപ്പെടുന്നത്. വഖീല തൂഫിയ ഫി റമളാൻ ഖബല വഫാത്തി ഖദീജ റളിയല്ലാഹു അൻഹ ബിസലാസത്തി അയ്യാമിൻ. അതിൻ്റെ ഉടനെ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താവുന്നുണ്ട്. ഏകദേശം 3-4 ദിവസങ്ങളുടെ ഗ്യാപ്പിലാണ് ഈ പ്രമുഖരായ 2 വ്യക്തിത്വങ്ങൾ മരണപ്പെടുന്നത് എന്നുള്ളത്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംരക്ഷണം നൽകിയ അബൂ താലിബ് മരണപ്പെടുകയാണ്. പിന്നീട് മാതാവിൻ്റെയും ഭാര്യയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം സംരക്ഷണം ഒരുക്കിയ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്താകാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം. وفي الصحيح عن المسيب أن أبا طالب لما حضرته الوفاة, സഹീഹ് മുസ്ലിമിൽ സഹീഹ് ബുഖാരിയിലൊക്കെ ഈ സംഭവം വന്നതാണ്. അബൂ താലിബിന് മരണം ഹാജരായ സമയത്ത് ദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുത്ത് കടന്നു ചെന്നു. അബൂ താലിബ് രോഗിയായി കിടക്കുകയാണ്, മരണം ഹാജരായ സമയമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുത്ത് കടന്നു ചെന്നു. അബൂ താലിബിന്റെ അടുത്ത് കടന്നു ചെന്നു. അങ്ങനെ കടന്നു ചെന്നിട്ട് മരിക്കാൻ കിടക്കുന്ന അബൂ താലിബിന്റെ അടുത്ത് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ അബൂജഹൽ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനുണ്ട്. അതേപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ എന്ന് പറയുന്ന ആളുമുണ്ട്. മുശ്രിക്കീങ്ങളായിരുന്നു 2 ആളും. ആ പറയുന്ന 2 ആളുകളും രോഗിയായി മരിക്കാൻ കിടക്കുന്ന അബൂ താലിബിന്റെ അടുത്തുണ്ട്. ആ സമയത്ത് റസൂൽ അമ്മിന്റെ അടുത്ത് കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഐ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യരായിട്ടുള്ളവരെ, ഒരുപാട് സഹായം, ഒരുപാട് സംരക്ഷണം, ഒരുപാട് കാവലും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നെ ആ പിതൃവിനോട് പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളൊരു വചനം പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരുപാടൊന്നുമില്ല, കലിമത്തൻ ഉഹാജുലക ബിഹാ ഇൻദല്ലാഹ്, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷിയായി വന്ന് പറയാൻ തയ്യാറാണ്, നിങ്ങൾ ഇത് പറഞ്ഞ ആളാണ് എന്ന്. അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷി വന്ന് പറയാൻ തയ്യാറാണ്, നിങ്ങൾ കലിമത്ത് തൗഹീദ് പറഞ്ഞ മുവഹിദാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനും ആ റസൂൽ കൊണ്ടുവന്ന ആദർശം അത് ശരിയാണ്, നല്ലതാണ് എന്നുള്ള അബൂ താലിബ് പലപ്പോഴും പറയുമായിരുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ ജീവിത നിലവാരങ്ങളും ആ മനുഷ്യൻ ആ സമൂഹത്തിൽ നിന്ന് അറിഞ്ഞതും മനസ്സിലാക്കിയതും വെച്ച് നോക്കുമ്പോൾ, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, അബൂ താലിബ് അത് പറയുമായിരുന്നു. ഈ ലോകത്ത് മനുഷ്യന്മാർ കൊണ്ടുവന്ന ആദർശങ്ങളും ഇസങ്ങളും അതേപോലെ വിശ്വാസങ്ങളും ദീനുകളും വെച്ച് നോക്കുമ്പോൾ എൻ്റെ സഹോദരൻ്റെ മകനായ മുഹമ്മദ് കൊണ്ടുവന്നത് ഏറ്റവും നല്ല ദീനാണ് എന്ന് അംഗീകരിക്കലുണ്ടായിരുന്നു, പറയലുണ്ടായിരുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ അബൂ താലിബ് പിന്നോട്ട് നിന്നു എന്നുള്ളത്, തൗഹീദ് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി വന്ന് പറയാൻ തയ്യാറാണ്. അപ്പൊ അബൂജഹലും അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ 2 മുശ്രിക്കീങ്ങളായ 2 കൂട്ടുകാർ കൂടെയുണ്ടായിരുന്ന ആ 2 ആളുകൾ പറഞ്ഞു, യാ അബാ താലിബ്, അബൂ താലിബ്, തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നിങ്ങളുടെ പിതാവായ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ പിതാമഹന്മാരായ അവരുടെ മാർഗത്തിൽ വ്യതിചലിക്കുകയാണോ നിങ്ങൾ ഈ മരിക്കാൻ നേരത്ത്? ഇതുവരെ ആദർശത്തിൽ പോയിട്ട് മരിക്കാൻ നേരത്ത് ദീന് മാറി അവരുടെയും പിതാവിൻ്റെയും പിതാമഹന്മാരുടെയും ആദർശം ഒഴിവാക്കിയിട്ട് മതം മാറിക്കാണ്ട് ചീത്തപ്പേരുണ്ടാക്കിയിട്ട് സമൂഹത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോകുകയാണോ? വഷളത്തലുണ്ടാക്കുകയാണോ? അപമാനമുണ്ടാക്കുകയാണോ? നിങ്ങൾ ആദർശം ഒഴിവാക്കുകയാണോ എന്നവര് തടസ്സവാദം പറഞ്ഞുവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, യാ ഐ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയും. അപ്പൊ ഈ പറയുന്ന ദുഷിച്ച ഈ 2 കൂട്ടുകാർ, പണ്ഡിതന്മാർ പലപ്പോഴും പറയലുണ്ട്,
ചീത്ത കൂട്ടുകാര്, നല്ല കൂട്ടുകാര്. അതിൽ ചീത്ത കൂട്ടുകാരൊരു മനുഷ്യനെ എത്രത്തോളം അധപ്പതിപ്പിക്കും എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഒരു ജീവിച്ച ഒരു തെളിവാണ് അബൂ താലിബിന്റെ ഈ സംഭവം. അബൂ താലിബിന്റെ ഈ സംഭവം നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമല്ല. കൂടെയുള്ള ആളുകൾ, കൂട്ടുകാരായ ആളുകൾ, ഒപ്പം നടക്കുന്ന ആളുകൾ, അവർ നല്ലവരാണെന്നുണ്ടെങ്കിൽ അസ്വാഹിബു സാഹിബുൻ എന്ന് പറയും പണ്ഡിതന്മാർ. കൂട്ടുകാരൻ എന്ന് പറയുന്നത് അവൻ മനുഷ്യനെ നമ്മൾ അറിയാതെ വലിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. നല്ല ആളാണെന്നുണ്ടെങ്കിൽ നന്മയിലേക്ക്, ചീത്ത ആളാണ്, ദുഷിച്ച ആളുകളാണെങ്കിൽ ആ ദുഷിപ്പിലേക്ക് അവർ വലിച്ചു കൊണ്ടുപോകും നമ്മളറിയാതെ. അത്ര വലിയ ആകർഷണമാണിത്, അത്ര വലിയ സ്വാധീനമാണ് കൂട്ടുകാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ അക്രമികളായ ആളുകളുമായി ഈ ലോകത്ത് കൂട്ടുകൂടി പരാജയപ്പെട്ട ആളുകൾ രണ്ട് കയ്യും കടിക്കും സങ്കടം കൊണ്ട് അക്രമിയായ മനുഷ്യൻ. പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവിടെ വെച്ച് വിലപിക്കും. ഇന്നോരൊക്കെ ആത്മമിത്രങ്ങളാക്കിയിട്ടില്ലെങ്കിൽ ദുന്യാവിൽ അവരൊക്കെ എൻ്റെ കൂട്ടുകാരല്ലാതെ ഒഴിവാക്കി എത്ര നന്നായിരുന്നു എന്ന് അവിടെ വെച്ച് വിലപിക്കും ആ മനുഷ്യൻ സങ്കടം കൊണ്ട്. പക്ഷെ അവിടുന്ന് വിലപിച്ചിട്ട് യാതൊരു ഫലം ഉണ്ടാകൂല. ഇന്ന് നമുക്ക് ചില ആളുകൾക്ക് കൂട്ടുകാർ മുന്നിലും പിന്നിലും ഇല്ലാതെ മുന്നോട്ട് പോകുകയല്ല. കൂട്ടുകാരില്ലാതെ കയ്യെന്നല്ല. കൂട്ടുകാർ വേണം, അതൊരാവശ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ദുഷിച്ചവരാണെങ്കിൽ, ചീത്ത കൂട്ടുകാരാണെങ്കിൽ, ബന്ധങ്ങളാണെങ്കിൽ എന്ത് ചെയ്യൊരു മനുഷ്യൻ? അങ്ങനത്തെ ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ആ ബന്ധം മുറിച്ചൊഴിവാക്കാൻ തയ്യാറാകും, മാറ്റിവെക്കാൻ തയ്യാറാകും. അപ്പോൾ ഒറ്റപ്പെടും. ചിലപ്പോൾ ഇങ്ങോട്ട് ഒറ്റപ്പെടുന്ന സമയത്ത് പിന്നീട് നമ്മുടെ കാര്യങ്ങൾ പലതും മുന്നോട്ട് പോകൂല എന്നുള്ള തോന്നലുണ്ടാകും. അള്ളാഹുവിനോട് സഹായത്തിന് തേടുക. നല്ല കൂട്ടുകാരെ കൊണ്ട് അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് സഹായത്തിന് തേടണം. അപ്പം നല്ല കൂട്ടുകാരും ബന്ധങ്ങളെ അള്ളാഹുവിനെ നമുക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു അതിന് കഴിയും, അവൻ നൽകും. അതല്ലാതെ ദുഷിച്ച കൂട്ടുകാരുമായി പോയി ദീനും ദുന്യാവും തകർന്ന് തരിപ്പണമായി അബൂ താലിബിനെ പോലത്തെ ഗതികേടിൽ ചെന്ന് ചാടാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജലീസു സാലിഹ് വളരെ ഭംഗിയായ ഉദാഹരണത്തോടു കൂടെ പറഞ്ഞ ഹദീസുകളും അതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടവരാണ്. നല്ല കൂട്ടുകാർ, അവരെ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ഗുണങ്ങൾ. ദുഷിച്ച കൂട്ടുകാരാണെങ്കിൽ അതുകൊണ്ടൊരു മനുഷ്യനുണ്ടാകുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകൾ അത് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ കാണണം, വളരെ ഗൗരവത്തോടു കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ദഅവത്ത് പറഞ്ഞ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അബൂജഹലും അബ്ദുല്ലാഹ് ബിൻ അബി ഉമയ്യ പറഞ്ഞു, യാ അബാ താലിബ് അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ആദർശം അത് ഒഴിവാക്കിയിട്ട് അത് താല്പര്യമില്ലാതെ ഒഴിവാക്കി മുറിഞ്ഞു പോവുകയാണോ എന്ന് ചോദിച്ചു. ഫലം യസാല യുകല്ലിമാഹു. അങ്ങനെ നിരന്തരം ആ അവസാന ഘട്ടത്തിൽ അബൂ താലിബിനെ ഈ പറയുന്ന രണ്ട് മനുഷ്യന്മാരും ഇങ്ങനെ പറഞ്ഞിട്ട് തടസ്സവാദങ്ങൾ പറയാൻ തുടങ്ങി. ഹത്താ ഖാല ആഖിറ ഷൈഇൻ കല്ലമഹും ബി. അങ്ങനെ അവസാന സമയത്ത് അബൂ താലിബ് പറഞ്ഞു, അലാ മില്ലത്തി അബ്ദിൽ മുത്തലിബ്, അലാ മില്ലത്തി അബ്ദിൽ മുത്തലിബ്. പണ്ഡിതന്മാർ ഇത് എഴുതി വെക്കുന്ന സമയത്ത്, ഈ സംഭവം പറയുന്ന സമയത്ത് അന അലാ മില്ലത്തി അബ്ദിൽ മുത്തലിബ് എന്നുകൂടി പറയലില്ല. അന എന്ന് പറയുന്ന, നിങ്ങൾക്ക് ലമീറുകൾ, കുട്ടികൾ നഹ്വൊക്കെ പഠിച്ച കുട്ടികൾക്കറിയാം, ഹുവഹുമാഹും ഹിയഹുമാഹുന്ന. അന എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സമയത്ത്, അബൂ താലിബ് പറഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അന എന്നുള്ള രൂപത്തിൽ പോലും ഉലമാക്കൾ അത് പറയല്ലോ. ഹുവ അലാ മില്ലത്തി അബ്ദിൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രത്തോളം സൂക്ഷ്മത. അബൂ താലിബ് പറഞ്ഞ വാക്ക് ഞാൻ എന്നാണ് അബൂ താലിബ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതങ്ങനെ പറയില്ല ഉലമാക്കൾ. അവിടെ പറയാം ഹുവ അലാ മില്ലത്തി അബ്ദിൽ മുത്തലിബ്. കളവനായ മനുഷ്യൻ ഇതൊക്കെ റസൂലിന് സഹായം സംരക്ഷണമൊക്കെ ചെയ്തിട്ടുകൂടി അവസാന സമയത്ത് ദുഷിച്ച ആ കൂട്ടുകാരുടെ പ്രേരണ കാരണം അബ്ദുൽ മുത്തലിബിന്റെ ആ ഷിർക്കിന്റെ കുഫറിന്റെ മില്ലത്തിലായിട്ട് ഇതാ പോണു എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ വാക്കതും പറഞ്ഞു കണ്ണടച്ചു. ഞാൻ ഒരുപാട് സേവനം ചെയ്ത ആളാണ്, ഒരുപാട് ഇസ്ലാമിന് അങ്ങനെ ചെയ്ത ആളാണ്, ഞാൻ ഒരുപാട് ഇങ്ങനെ ചെയ്ത ആളാണ്, ഞാൻ വലത് ചെയ്ത ആൾ. ഏതെങ്കിലും ഒരു ദുഷിച്ച കൂട്ടുകാരൻ പുതിയ വസ്വാസം ഉണ്ടാക്കിയിട്ട് അപകടപ്പെടുത്താൻ ഒരു മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രത്തോളം സേവനം ചെയ്ത അബൂ താലിബിന്റെ നിസ്സാരകാര്യമൊന്നുമല്ലല്ലോ. അത്രയും ചെയ്തിട്ടും ദുഷിച്ച ആളുകളുടെ ആ ഒരു വസ്വാസുകളും പ്രേരണയും ആ മനുഷ്യനെ ഇതുപോലത്തെ അപകടത്തിൽ ചാടിച്ചു പോകുന്നു. വളരെ ഗൗരവത്തിൽ നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് നല്ല കാര്യങ്ങൾ നസീഹത്ത് തരുന്ന ആളുകൾ ആരാണ്? നല്ല ഉപദേശം തരുന്ന ആളുകൾ ആരാണ്? നല്ലതിലേക്ക് നമുക്ക് പ്രേരണ നൽകുന്ന ആളുകൾ ആരാണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. സഹായം അള്ളാഹുവിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിലാണ് നമ്മൾ തവക്കുലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് അത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ചെയ്യും. അതിന് തൗഫീഖും സഹായവും അള്ളാഹു നൽകും ചെയ്യും.
ഏതാണെങ്കിലും ഹുവ അലാ മില്ലത്തി അബ്ദിൽ മുത്തലിബി എന്ന് പറഞ്ഞുകൊണ്ട് ആ കിളവൻ, ആ മനുഷ്യൻ മരിച്ചുപോയി, പിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വാരി അമ്മക്കല്ലാൽ, വഴി പഴച്ച മനുഷ്യനെ കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ളതാണ്, കൊണ്ടുപോയി കുഴിച്ചിട്ട് ഒരു ആദരവുമില്ല, ഒരു ബഹുമാനമില്ലാതെ. അബൂജഹൽ ആ ദുഷ്ടനും അബ്ദുല്ലാഹിബിൻ അബി ഉമയ്യ 2 മനുഷ്യന്മാർ ആ മനുഷ്യനെ അവസാനം തകർത്ത് തരിപ്പണമാക്കിയിട്ട് നശിപ്പിച്ചു കൊണ്ടുപോയി. ഫലം ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സങ്കടായി, വിഷമായി, വ്യസനായി. ഇത്രത്തോളം എനിക്ക് ചെയ്തിട്ട് ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. കാലാകാലം നരകത്തിൽ, കാലാകാലം നരകത്തിൽ. വല്ലാഹി ല അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻഹു, അല്ലാഹുവിന്റെ ഭാഗത്ത് വിരോധിക്കാത്ത കാലത്തോളം റസൂലിനെ ഏകദേശം അറിയും അല്ലാഹു വിരോധിക്കും എന്നുള്ളത്. മുശ്രിക്കാണ്, കാഫിറാണ്. ല അസ്തഗ്ഫിറന്ന ലക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും, എന്നോട് അല്ലാഹു വിരോധിക്കാത്ത കാലത്തോളം. വിരോധിക്കും എന്നുള്ള മുശ്രിക്കായ മനുഷ്യനെ എവിടുന്ന് പുറത്തു കിട്ടും? അള്ളാഹു സുബ്ഹാനഹു വിരോധിച്ചു. മുശ്രിക്കീങ്ങൾക്ക് ദുആ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അള്ളാഹു ആയത്തിറക്കി. ഫനസലത്ത്, അപ്പൊ ആയത്ത് മാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, പ്രവാചകനോ തന്റെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതേ ഒരു യോജിപ്പുമില്ല, അവർ പാടില്ല, ചെയ്യാനും പാടില്ല. അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാന്ന് പാടുന്നല്ല, ചെയ്യാനേ പാടില്ല. മുവഹിദീങ്ങൾ, അസ്ല് തൗഹീദുമാണ്, അസ്ല് ഈമാനുള്ളവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാം. ശിർക്കിലാണ് എന്ന് ഉറപ്പ് വന്നാൽ, അതിലായി ജീവിച്ചു, അതിലായി മരിച്ചു എന്ന് ഉറപ്പ് വന്നാൽ ഒരു ഇസ്തിഗ്ഫാറും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും ഒരു അർഹതയുമില്ല. അവരതിനെ യോജിച്ചവരുമല്ല, അത് നമ്മൾ ചെയ്യാനും പാടില്ല. വലൗ കാനു ഉലി ഖുർബാ, അവർ എത്ര അടുത്ത ബന്ധങ്ങളാണെങ്കിലും. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകനിവാസികളാണ്, മുശ്രിക്കീങ്ങളാണ്, കുഫാറുകളായിട്ടാണ് മരിച്ചു പിരിഞ്ഞു പോയത് എന്ന് ഉറപ്പുണ്ടായാൽ പിന്നെ അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. ആയത് അതേപോലെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഹിദായത്ത് നൽകാൻ നിങ്ങൾക്ക് അർഹതയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലിനെ കുറിച്ച് നിങ്ങൾ ഹിദായത്തിലാക്കുമെന്നാണ്, ഹിദായത്തിന്റെ വഴി ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അതേ റസൂലിനുള്ളൂ അർഹതയുള്ളൂ. ഹിദായത്തിലേക്ക് ആക്കുക, തൗഫീഖ്, അതിലേക്കുള്ള തൗഫീഖ് നൽകൽ അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. ഹിദായത്ത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവരെ അർഹതയും യോഗ്യതയുമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകും, അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകും. അബൂ താലിബയുടെ റസൂലിനെ ഇത്രയും കാലം ഈ സഹായമൊക്കെ സഹായിച്ചത് ആദർശത്തിന്റെ പേരിലുള്ളതല്ല, അള്ളാഹുവിന് വേണ്ടിയല്ല, കുടുംബ ബന്ധത്തിന്റെ പേരിലാണ്. നിയത്ത് വ്യത്യാസമുണ്ട്, അവിടെ നിയത്ത് വ്യത്യാസമുണ്ട്. ഇഖ്ലാസ് എന്ന് പറയുന്ന മഹത്തായ ആ ഇബാദത്ത്, ആ പറയുന്ന നിയ്യത്ത്, അതവിടെ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് ബഹുമാനാദരവ് അബൂ താലിബിന് ലഭിച്ചതുമില്ല എന്നുള്ളതാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ, റസൂലിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഈ ആയത്ത് ഇറക്കി. അവൻ ഉദ്ദേശിക്കുന്നവർ, ബഹുമാനാദരവിന് അള്ളാഹുവിന്റെ അടുക്കൽ അർഹത യോഗ്യതയുള്ളവരെ അല്ലാഹു നൽകും എന്ന് പറഞ്ഞു. നോക്കി നിങ്ങൾ, ഷെയ്ഖ് പറയുന്നത് വലാ ഹാജത്ത ഇലാ ബയാനി മാ കാന അലൈഹി അബൂ താലിബിൻ മിനൽ ഹിയാതതി വൽ മൻ, അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം നൽകുന്ന വിഷയത്തിലും ശത്രുക്കളുടെ മുന്നിൽ പ്രവാചകന് സുരക്ഷ ഒരുക്കുന്ന വിഷയത്തിലും അബൂ താലിബ് സഹിച്ച കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ, ത്യാഗങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ല. അതിന് മാത്രം ആ മനുഷ്യൻ ചെയ്യും. സ്വന്തം മക്കൾക്ക് നൽകുന്നതിലേറെ സംരക്ഷണം, കാവലും അഭയവും അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ഫമാ കാനൽ ഹിസ്നുൽ ലദീ ഇജ്തമഅത് ബിഹി അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ മിൻ ഹജമാത്തിൽ ഖുബറാഇ വസുഫഹ, വിഡ്ഢികളും ധിക്കാരികളുമായ ആളുകൾ നാനാഭാഗത്തിലും അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഇസ്ലാമിക പ്രബോധനത്തിന് അള്ളാഹുവിന്റെ റസൂലിന് അബൂ താലിബ് ഒരുക്കി വെച്ചിരുന്ന ശക്തമായ കോട്ട, സംരക്ഷണം എത്രയായിരുന്നു, അത് എത്രത്തോളമായിരുന്നു. പക്ഷേ വലാകിന്നഹു ബഖിയ അലാ മില്ലത്തിൽ അശ്യാഖി മിൻ അജ്ദാദിഹി, അബൂ താലിബിന്റെ പിതാമഹന്മാര്, മുൻഗാമികളായ ആളുകൾ, സമൂഹത്തിൽ തലയെടുപ്പുള്ള ഉന്നതരായ ആളുകളാണ് എന്ന് പറഞ്ഞ് അവരൊക്കെ ആ ദീനിനെ അന്ധമായി അനുകരിച്ച് അത് സ്വീകരിച്ച് തകർന്നു പോയ മനുഷ്യൻ. ഫലം യഫ്ലിഹ് കുല്ലൽ ഫല, അബൂ താലിബിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ പോലത്തെ ചരിത്രങ്ങൾ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, നമ്മുടെ നിയ്യത്ത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മുന്നിലും പിന്നിലും നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചെയ്ത് മന്ത്രിച്ചു തരുന്ന കൂടെ നടക്കുന്ന ആളുകളെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കാര്യങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടോ, സിദ്ഖുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. സദാസമയവും അള്ളാഹുവിനോട് അവൻ്റെ ദീനിൽ അടിയുറച്ചു നിർത്താനും നൽകിയ നിഅമത്തുകൾ നിലനിർത്തി തരാനും അതിലായി മുന്നോട്ട് പോകാനും നിരന്തരം നാം ദുആ ചെയ്യണം.
അള്ളാഹുവിനോട് നമ്മൾ നന്ദിയുള്ള അടിമകളായി പോകണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് വലുതാണ് എന്ന് തോന്നിയിട്ടോ നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി, നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ സിദ്ഖ്, നമ്മൾ അള്ളാഹുമായിട്ട് കാണിക്കുന്ന നന്ദി ഇത് പരിശോധിക്കപ്പെടും. അതിനനുസരിച്ചായിരിക്കും നിലനിൽപ്പുണ്ടാകുക. ഫഫി സ്വഹീഹി അനിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അബൂ താലിബിന്റെ സഹോദരനാണ്. ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി, റസൂലിന്റെ ദഅവത്ത് സ്വീകരിക്കാൻ, ദീൻ ഇസ്ലാമിലേക്ക് വരാൻ, ഹിദായത്ത് ലഭിക്കാനുള്ള തൗഫീഖും അതിനുള്ള ഭാഗ്യവും അതിനുള്ള നിഅമത്തും ലഭിച്ച ആളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂലിന്റെ പിതൃവ്യന്മാരുടെ കൂട്ടത്തിൽ 2 ആളുകൾ മുശ്രിക്കീങ്ങളായി നശിച്ചു പോവുകയും 2 ആളുകൾ ദീൻ സ്വീകരിച്ച് ആദരണീയരായി വരികയും ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും റസൂലിന്റെ ദഅവത്ത് സ്വീകരിച്ചു ആദരണീയരായി വന്നു. അതേ സ്ഥാനത്ത് അബൂ താലിബും അബൂ ലഹബും തബ്ബത് യദാ അബീ ലഹബിൻ, അബൂ താലിബും അബൂ ലഹബും ആ റസൂലിന്റെ ദഅവത്ത് സ്വീകരിക്കാതെ നിന്ദ്യരായി ഷിർക്കിലും കുഫറിലുമായിട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുകയും ചെയ്തു. അതിൽ അബൂ താലിബ് നമുക്ക് മുസ്ലിമീങ്ങൾക്ക് കേട്ടാൽ ആ മനുഷ്യനോടൊരു സിമ്പതിയും ഒരു ദയയും ഒരു ഇഷ്ടവും തോന്നുന്ന നിലക്കുള്ള സഹായ സംരക്ഷണങ്ങൾ അള്ളാഹുവിന്റെ റസൂല് നൽകി. അബൂ ലഹബ് എന്ന് പറയുന്ന ആ ദുഷ്ടനായ മനുഷ്യൻ, ചെറിയ കുട്ടികൾ പോലും ആ മനുഷ്യന്റെ ശാപത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയുന്ന ആ അവഹേളനം ആ മനുഷ്യൻ സഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് സംഭവം. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ഒരിക്കൽ ചോദിച്ചു, മാ അഗ്നൈത അൻ അമ്മിക്, നിങ്ങളുടെ പിതൃവിൻ അബൂ താലിബിന് നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു റസൂലേ? ഫഇന്നഹു കാന യഹൂതുക വയഗ്ളബു ലക്, നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമായിരുന്നു, നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വലയം തീർക്കുമായിരുന്നു, സംരക്ഷണത്തിന്റെ വലയം നിങ്ങൾക്ക് തീർക്കുമായിരുന്നു അബൂ താലിബ്. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അബൂ താലിബിന് എന്തെങ്കിലും ആ മനുഷ്യൻ ശഫാഅത്തായിട്ടോ അള്ളാഹുവിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് നേടിക്കൊടുത്തു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഹുവ ഫീ ലഹ്ലാഹിം മിന്നാർ വലൗലാ അന ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. അവൻ തീയിനാലുള്ള ഒരു ലഹ്ലാഹിലാണ്. തീയിനാലുള്ള ലഹ്ലാഹി എന്നാണ്. ലഹ്ലാഹി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളമുള്ള സ്ഥലത്ത് നമ്മളെ കാല് കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ നെരിയാണി വരെ ആ വെള്ളം അത് മൂടിയാൽ അതിന് ലഹ്ലാഹ് ഉൽമാ എന്ന് അറബികൾ പറയലുണ്ട്. ലഹ്ലാഹുൽ മാ എന്നതുപോലെ നരകത്തിലുള്ള തീയിൽ അബൂ താലിബിന്റെ 2 കാലിന്റെ നെരിയാണി വരെ ആ തീയ് സ്പർശിക്കുന്നു. ബാക്കി ശരീരഭാഗത്തിൽ എവിടെയും തീയില്ല, എവിടെയില്ല. അവന്റെ നെരിയാണി വരെ, ആ മനുഷ്യന്റെ 2 നെരിയാണി വരെ നരകത്തിലുള്ള തീയ് ആ മനുഷ്യന്റെ ശരീരത്തിൽ സ്പർശിക്കും. ആ പറയുന്ന ആ ഒരു ആശ്വാസം അബൂ താലിബിന് ലഭിച്ചത് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ സേവനം ഖിദ്മത്തും ചെയ്തതിന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ശഫാഅത്ത് ചെയ്തതിന്റെ ഫലമായിട്ടാണ്. അതില്ലായിരുന്നുവെങ്കിൽ ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലുള്ള തട്ടിൽ കടന്ന് തീ കത്തി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു അബൂ താലിബ്. നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിൽ അതികഠിനമായ ശിക്ഷ അബൂ താലിബ് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അത്ര ഭാഗത്ത് മാത്രമേ നരകത്തിന്റെ ശിക്ഷ അബൂ താലിബിന്റെ ശരീരത്തിൽ സ്പർശിക്കുള്ളൂ. നെരിയാണി വരെയുള്ള ആ ഭാഗത്ത് മാത്രം. വേറെയുള്ള ശരീരഭാഗത്തിലെവിടെയും തീയ് സ്പർശിക്കുകയില്ല. പക്ഷേ ആ ഭാഗത്തുള്ള തീയിന്റെ ചൂട് കാഠിന്യം, ആ ചൂടിന്റെ കാഠിന്യം കാരണം തലച്ചോറ് വരെ തളച്ച് മറിയും അബൂ താലിബിന്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദ് എന്ന് പറയുന്നതിന്റെ ബഹുമാനം, അതിന്റെ ആദരവ്, അത് നിസ്സാരമല്ല. ഒരാള് തൗഹീദോടുകൂടെ മരണപ്പെട്ടാൽ എത്ര വലിയ പാപങ്ങൾ ആ മനുഷ്യനുണ്ടെങ്കിലും ഒരുപക്ഷെ ആ തൗഹീദിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ദോഷങ്ങൾ മുഴുവനും അവന് മാപ്പ് നൽകി പുറത്തു കൊടുത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതല്ലെങ്കിൽ അവന്റെ അടുത്തുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചാൽ പോലും അവൻ മുവഹിദാണെങ്കിൽ ദഖലൽ ജന്നത യൗമൻ മിനദ്ദഹർ, ഏതെങ്കിലും ഒരു കാലത്ത് അവന് നരകത്തിൽ നിന്ന് മോചനമുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് നരകത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കും. തൗഹീദോടുകൂടെ മരിച്ച ഒരാളാണ്. ഷിർക്കിലായിട്ടൊരു മനുഷ്യൻ മരിച്ചവനാണെങ്കിൽ എത്ര ഇതുപോലെ സേവനത്തിന്റെ മുകളിലുള്ള സേവനങ്ങൾ ചെയ്തവനാണെങ്കിലും ആ മനുഷ്യന്റെ കാര്യം അപകടമാണ്, പരാജയമാണ്. ഈ പറയുന്ന ശിക്ഷയിൽ നിന്ന് അബൂ താലിബിന് രക്ഷപ്പെടാനോ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനോ ഒരിക്കലും സാധ്യമല്ല.
وعن أبي سعيد الخدري رضي الله عنه أنه سمع النبي صلى الله عليه وسلم وذكر عنده عمه അബൂ താലിബിനെ കുറിച്ച് പരാമർശം വന്നു റസൂലിന്റെ അടുത്തൊരു സമയത്ത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലഅല്ലഹു തൻഫഉഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് ആ മനുഷ്യന് അത് ഉപകാരപ്പെടും. ഫയുജ്അലു ഫീ ലഹ്ലാഹിൻ മിനൻ നാരി തബ്ലുഗു കഅബൈഹി, നരകത്തിൽ നിന്നുള്ള ലഹ്ലാഹിൽ ആ മനുഷ്യനെ ആക്കപ്പെടും. അവൻ്റെ രണ്ട് നെരിയാണിലേക്ക് എത്തുന്ന നരകത്തിൽ നിന്നുള്ള ആ സ്പർശനം, നരകത്തിൽ നിന്നുള്ള തീയിനാലുള്ള ആ സ്പർശനം അവൻ്റെ നെരിയാണിലേക്ക് എത്തുന്ന ആ ഒരവസ്ഥയിൽ ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്തൊന്നുമില്ലാതെ. കുഫാറുകളായ ആളുകൾക്ക് ശഫാഅത്ത് ഫലം ചെയ്യുകയില്ല. പക്ഷെ അബൂ താലിബിൻ്റെ കേസിൽ മാത്രം പ്രത്യേകമായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൊടുത്ത ആദരവ് കാരണം ഈ ദുആ ഫലം ചെയ്തു എന്നുള്ളതാണ്. അള്ളാഹു ആലം. പിന്നെ അബൂ താലിബ് മരണപ്പെട്ടു. മുശ്രിക്കീങ്ങളിൽ നിന്ന് റസൂലിന് സംരക്ഷണം കൊടുത്തിരുന്ന വലിയൊരു പടുമരം അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. പിന്നീട് വീട്ടിൽ വന്ന സമയത്ത് സമാധാനവും സംരക്ഷണവും കാര്യങ്ങളും ഖിദ്മത്തും സേവനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ട്. വബഅദ വഫാത്തി അബീ ത്വാലിബിൻ ബിനഹ്വി ശഹ്റൈനി ഔ ബിസലാസത്തി അയ്യാം, 2 മാസം ഉണ്ട്, അതല്ല 3 ദിവസം എന്ന് പല അഭിപ്രായങ്ങളുണ്ട്. ഏതാണെങ്കിലും തൂഫിയത്ത് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ, പ്രവാചകന്റെ ഭാര്യയായ, ഒരു ഭാഗത്തിൽ കൂടെ മാതാവിന്റെ സ്ഥാനത്ത് മറ്റൊരു ഭാഗത്തിൽ കൂടെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംരക്ഷണം നൽകിയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. അബീ ത്വാലിബിൻ ബിനഹ്വി ശഹ്റൈനി ഔ ബിസലാസത്തി അയ്യാം, 2 മാസം ഉണ്ട് അല്ല 3 ദിവസം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ചരിത്രത്തിന്റെ. പിന്നെ പണ്ഡിതന്മാർ 2 അഭിപ്രായങ്ങൾ 2-3 അഭിപ്രായങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഏതാണ് എന്നുള്ളത് പറയപ്പെടാത്ത നിലക്ക്. അബൂ താലിബിന്റെ വഫാത്തിന്റെ ശേഷം തൂഫിയത്ത് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ അവർ വഫാത്താവാണ്. വകാനത്ത് വഫാത്തുഹാ ഫീ ശഹ്രി റമളാൻ ഫി സനത്തിൽ ആശിറത്തി മിനൽ നുബുവ, റസൂലിന് നബുവത്ത് കിട്ടി 10ാമത്തെ വർഷത്തിൽ തന്നെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. വലഹ 65 സന അല അഷ്ഹരിൽ അഖ്വാൽ, പല അഭിപ്രായങ്ങളുണ്ട് അവർ വഫാത്താകുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു എന്നുള്ളത്. 65 വയസ്സായിരുന്നു എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് അവർക്ക് 65 വയസ്സായിരുന്നു എന്ന്. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദാക ഫിൽ 50 മിൻ ഉംരിഹി, പ്രവാചകന് 50 വയസ്സായി. പ്രവാചകന് അവർ വഫാത്താകുന്ന സമയത്ത് 50 വയസ്സ്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവർക്ക് 40 വയസ്സാണ്, പ്രവാചകൻ 25 വയസ്സാണ്. അന്നൊരു സഹോദരൻ ഏതോ ഒരു ഷെയ്ഖിന്റെ ഒരു വാക്ക് പറഞ്ഞ് സംശയം പറഞ്ഞിരുന്നു. പക്ഷേ പ്രബലമായ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അതല്ലാതെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 25 വയസ്സ്, റസൂലിന് 25 വയസ്സ് എന്നുള്ളതൊന്നും അല്ല. ചില അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവർക്ക് 40 വയസ്സായിരുന്നു എന്ന്, പ്രവാചകന് 25 വയസ്സായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പ്രബലമായ അഭിപ്രായം അങ്ങനെ തന്നെയാണ്, പ്രസിദ്ധമായതും പ്രബലമായതും. ഇന്ന ഖദീജത റളിയല്ലാഹു അൻഹ കാനത് മിൻ നിഅമില്ലാഹിൽ ജലീലതി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത മഹത്തായ ഒരു നിഅമത്ത്, ആ നിഅമത്തിൽപ്പെട്ടതായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കാന്നുള്ളത്. ഇങ്ങനത്തെ ഒരു ഭാര്യയെ പ്രവാചകന് നൽകുക എന്ന് പറയുന്നത് അള്ളാഹു റസൂലിന് ചെയ്ത ഏറ്റവും വലിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. ബഖിയത്ത് മഅഹു റുബഅ ഖർനിൻ, ഏകദേശം 25 വർഷക്കാലം പ്രവാചകന്റെ കൂടെ അവർ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. 25 വർഷക്കാലം ജീവിച്ചു. തഹുന്നു അലൈഹി സാഅത ഖലീഖിഹി, പ്രവാചകൻ ഉത്കണ്ഠപ്പെട്ട, നമുക്കറിയാം റസൂൽ ആദ്യം നബുവത്ത് വന്ന സമയത്ത് വീട്ടിലേക്ക് വന്ന ഉത്കണ്ഠപ്പെട്ട പേടിച്ച സമയത്ത് അവർ സമാധാനം ചൊരിഞ്ഞത്. ശത്രുക്കളിൽ നിന്ന് പലജാതി വിമർശനങ്ങളും എതിർപ്പുകളും നാട്ടിൽ നിന്ന് പലജാതി ഉപദ്രവങ്ങളും പ്രയാസങ്ങളും വന്ന സമയത്ത് വീട്ടിൽ വന്ന എന്തെന്നില്ലാത്തൊരു സ്വസ്ഥത, വീട്ടിൽ വന്ന എന്തെന്നില്ലാത്തൊരു സമാധാനം, അവരിൽ നിന്നുള്ള സമാധാനപ്പെടുന്ന വാക്കുകൾ, ഏറ്റവും നല്ല പെരുമാറ്റങ്ങൾ, ഇടപാടുകൾ. അള്ളാഹുവിന്റെ റിസാലത്ത് സന്ദേശം മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അവരാൽ കഴിയുന്ന നിലക്കുള്ള എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സംരക്ഷണങ്ങളും. പ്രവാചകൻ ഗാർ ഹിറയിലേക്ക് പോകുന്ന സമയത്ത് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട്, അവിടുന്ന് പേടിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് സമാധാനിപ്പിച്ചുകൊണ്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞ പണ്ഡിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവരുടെ സമ്പത്തും കാര്യങ്ങളും വീട്ടിലുള്ള കുടുംബകാര്യങ്ങൾക്ക് അവർ ചെലവാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട്, ഭാര്യയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംരക്ഷണങ്ങളും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട്, ഈ പറയുന്ന നിലക്ക് അവർ പ്രവാചകന് ഏറ്റവും വലിയ നിഅമത്തായിരുന്നു. വതുഷാരിക്കുഹു ഫീ മഗാരിമിൽ ജിഹാദി അൽ മുർ, ആ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശവും ദാവത്തിലും
കയ്പനുഭവപ്പെടുന്ന ആ കഠിനാധ്വാനം, ആ പറയുന്ന ത്യാഗങ്ങൾ സഹിക്കുന്ന വിഷയത്തിൽ ജീവിത പങ്കാളിയായി കൂടെ നിന്നുകൊണ്ട് വതുവാസിഹി ബിനഫ്സിഹ വമാലിഹ, അവരുടെ സമ്പത്ത് കൊണ്ട്, അവരുടെ ശരീരം കൊണ്ട്, അവരുടെ എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏറ്റവും നല്ലൊരു നിയമത്തായിരുന്നു. പ്രവാചകൻ അവരെ പ്രശംസിച്ചുകൊണ്ട് അവർ ചെയ്തു കൊടുത്ത സേവനങ്ങളെ വീണ്ടും വീണ്ടും അഴവിറക്കിക്കൊണ്ട് മറ്റുള്ള ഭാര്യമാരുടെ മുന്നിൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ നന്മകൾ റസൂൽ പലപ്പോഴും പറയുമായിരുന്നു. ആമനത് ബിഹി ഹീന കഫറ ബിയന്നാസ്, ആളുകൾ എന്നെ അവിശ്വസിച്ച സമയത്ത്, ആളുകൾ എന്നെ സ്വീകരിക്കാതെ നിന്ന സമയത്ത് അവർ എന്നിൽ വിശ്വസിക്കാൻ തയ്യാറായി. വസദ്ദഖതനി ഹീന കദബനിന്നാസ്, ആളുകൾ എന്നെ കളവാക്കിയ സമയത്ത് അവൾ എന്നെ വിശ്വസിക്കാനും സത്യപ്പെടുത്താനും തയ്യാറായി. ബുഖാരി മുസ്ലിം റഹിമഹുമുള്ളൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വന്ന സംഭവങ്ങളാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദക്കറ ഖദീജത അസ്ന അലൈഹ, ഖദീജയെക്കുറിച്ച് എപ്പോഴെങ്കിലും വല്ല സംസാരമോ പരാമർശങ്ങളോ വന്നാൽ അവരെ പ്രശംസിച്ചുകൊണ്ട്, അവരെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഫഅഹ്സന സനാ, അവരെക്കുറിച്ചുള്ള ആ നന്മകളും അവരുടെ വിശേഷണങ്ങളും അവരുടെ ഉത്തമമായ ഗുണങ്ങളെ, കാര്യങ്ങളെ നന്നാക്കി പ്രവാചകൻ പറയുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയാണ്, ഫഗീർതു യൗമൻ, എനിക്ക് ഖദീജനോട് എന്തെന്നില്ലാത്ത ഒരു അമർഷം അനുഭവപ്പെട്ടു. റസൂൽ അവളെക്കുറിച്ച് ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ മറ്റ് ഭാര്യമാർക്ക് സ്വാഭാവികമായിട്ടും അത് ഒരിക്കലും അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാൻ കഴിയൂല. മറ്റു സപത്നിമാർക്ക് അങ്ങനെ ഉണ്ടാകും. ഫഖുൽതു, അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, മാ അക്സറ മാ തദ്കുറുഹ ഹംറാ അഷ്ദിഖ്, പല്ല് പോയ കളവത്തി തള്ളയെക്കുറിച്ച് നിങ്ങളിങ്ങനെ നിൽക്കാതെ എടുത്ത് പറയുന്നു, അതിന് മാത്രം ഇപ്പം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞു. അത് ഈ പറയുന്ന ഒരു ഭർത്താവിന് പല ഭാര്യമാരുണ്ടാകുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ അമർഷം എന്ന് പറയുന്നത്. അത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. അതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കാൻ പാടില്ലാത്തതുമാണ്. അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സൈസ് അമർഷമാണിത്. ഇത്രത്തോളം ഈ പല്ലുകളൊക്കെ നഷ്ടപ്പെട്ട് വായിലേക്ക് നോക്കിയാൽ ആകെ ചുവപ്പിങ്ങനെ കാണുന്ന പല്ലും അതിൻ്റെ അഴകൊന്നും കാണാത്ത കിളവിയായ സ്ത്രീ, അവളെക്കുറിച്ച് ഇത്ര പറയാൻ എന്താണ്? ഖദ് അബ്ദലകല്ലാഹു അസ്സ വജല്ല ബിഹാ ഖൈറൻ മിൻഹാ, അതിലേറെ നല്ല നല്ല ഭാര്യമാർ, യുവതികളായ ഞങ്ങളെപ്പോലത്തെയൊക്കെ നിങ്ങൾക്ക് അള്ളാഹു പകരമാക്കി തന്നിട്ടില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മാ അബ്ദനലില്ലാഹു അസ്സ വജല്ല ഖൈറൻ മിൻഹാ, അവളിലേറെ നല്ലൊരു ഭാര്യനെ എനിക്ക് അള്ളാഹു വേറെ പകരമാക്കി തന്നിട്ടില്ല. ഖദ് ആമനത് ബിഹി ഇദ് കഫറ ബിയന്നാസ്, ആളുകൾ എന്നെ അവിശ്വസിച്ച സമയത്ത് അവൾ എന്നിൽ വിശ്വസിക്കാൻ തയ്യാറായി. വസദ്ദഖതനി ഇദ് കദ്ദബനിന്നാസ്, ആളുകൾ എന്നെ കളവാക്കിയ സമയത്ത് അവൾ എന്നെ സത്യപ്പെടുത്താൻ തയ്യാറായി. വവാസത്നി ബിമാലിഹ ഇദ് ഹറമനിന്നാസ്, ആളുകൾ എനിക്ക് നൽകാതെ തടഞ്ഞു നിന്ന സമയത്ത് അവളുടെ സമ്പത്ത് കൊണ്ട് അവൾ എൻ്റെ ജീവിതത്തിൽ വിശാലത നൽകാൻ തയ്യാറായി. വറസഖനില്ലാഹു അസ്സ വജല്ല വലദഹ, അവളിൽ നിന്ന് അള്ളാഹു എനിക്ക് സന്താനങ്ങളെ തന്നു. ഇത് ഹറമനി ഔലാദൻ നിസ, മറ്റ് സ്ത്രീകൾക്ക് കുട്ടികളെ നൽകാതെ നിന്ന സമയത്ത് ഈ പറയുന്ന മഹത്വങ്ങൾ നിങ്ങൾക്കാർക്കും അവകാശപ്പെടാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ചുരുക്കത്തിൽ അവർ ഇത്ര വലിയ നിഅമത്തുള്ള, ബഹുമാന ആദരവുള്ള സ്ത്രീയായിരുന്നു. വഫി സ്വഹീഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ച് തന്നെ അവരുടെ ആദരവ്, അവരുടെ ബഹുമാനം, അവരുടെ പ്രശസ്തി അത് അംഗീകരിച്ചുകൊണ്ട്, അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയും നൽകി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല അതാ ജിബ്രീലുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്ത് വഹയുമായിട്ട് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജതു ഖദ് അതത്, ഇദാ ഖദീജ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. മാഹ ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബ്, അവളുടെ കയ്യിൽ പാത്രമുണ്ട്, അതിൽ കറിയോ ഭക്ഷണമോ പാനീയോ എന്തൊക്കെയുണ്ട്. ഫഇദാ ഹിയ അതത്ക, അവൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഫഖറ അലൈഹ സലാം മിർ റബ്ബിഹ, അല്ലാഹു അവർക്ക് സലാം പറയുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ അവരെ അറിയിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സലാം പറയുന്നു, അത് നിങ്ങൾ അവരെ അറിയിക്കുക. നമ്മുടെ അടുത്തില്ലാത്ത സഹോദരന്മാരോ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് തിരിച്ചു പോകുമ്പോൾ സലാം പറഞ്ഞയക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നൊരു സുന്നത്തിൽപ്പെട്ടതാണ്. പല ആളുകളും ഇന്നത് അത്ര ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് എന്ന് തോന്നുന്നു. തിരിച്ചു പോകുമ്പോൾ അവനോട് അവളോട് എൻ്റെ സലാം നിങ്ങൾ പറയോണ്ടി എന്ന് പറഞ്ഞ് അറിയിച്ചു. അത് സുന്നത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ഇവിടെ പ്രവാചകനിലേക്ക് ആ സന്ദേശം
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അറിയിച്ചു കൊടുക്കുകയാണ്. റബ്ബിൽ നിന്നുള്ള സലാം അവർക്ക് പറയണം. വബശ്ശിർഹാ, ഖദീജക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും വേണം. ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്കൊരു കൊട്ടാരമുണ്ട്, അവർക്കൊരു ഭവനമുണ്ട്. മിൻ ഖസ്വബിൻ, അത് മുത്തിനാലുള്ളതാണ്. മുത്താണ് ആ കൊട്ടാരം, മൊത്തത്തിൽ വലിയ മുത്താണ്. ലാ സഖബ ഫീഹി വലാ നസബ്, അതിൽ ശബ്ദകോലാഹലങ്ങളോ ഒരു സ്ത്രീക്ക് അവരുടെ വീട്ടിൽ അനുഭവപ്പെടുന്ന വീട്ടിലുള്ള പ്രയാസങ്ങളോ ജോലി തിരക്കുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത നിലക്കുള്ള വലിയൊരു കൊട്ടാരം അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യണം. ബുഖാരി മുസ്ലിം റഹിമഹുമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീത്താണ്. ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ ആദരവിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ദുന്യവിയായ സഹായങ്ങൾ ചെയ്തു. അതോടുകൂടെ റസൂലിന്റെ ദീന് സ്വീകരിച്ചുകൊണ്ട് ബഹുമാന ആദരണീയയായി എന്നുള്ളതാണ്. ചില പുരുഷന്മാരിലേറെ ചില സ്ത്രീകൾ തൻ്റെ ഇടവും കാര്യബോധവുമുള്ളവരാകും എന്നുള്ളതിലേക്ക് അറിയിക്കുന്നത് കൂടിയാണ് ഈ തെളിവ്. അബൂ താലിബ് പൗരപ്രമുഖനായിരുന്നു, സമൂഹത്തിൽ പേരും പ്രശസ്തിയുമുള്ള ആളായിരുന്നു, കുടുംബത്തിലും നാട്ടിലൊക്കെ വേണ്ടപ്പെട്ട ആളായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കാനുള്ള ആ ഒരു താഴ്മ, വിനയം ആ മനുഷ്യൻ കാണിച്ചില്ല. അവിടെ ധിക്കാരം കാണിച്ചു. അള്ളാഹു സുബ്ഹാനഹു മനുഷ്യന് നൽകിയ അവൻ്റെ ബുദ്ധി കൊണ്ട് അവൻ നേടിയെടുക്കുന്ന ഏറ്റവും മഹത്താതാണ് സത്യം സത്യമായിട്ട് മനസ്സിലാക്കലും അസത്യം അസത്യമായിട്ട് മനസ്സിലാക്കലും. സത്യം സ്വീകരിക്കാനുള്ള താഴ്മയും വിനയവും കാണിക്കാതെ ഖദീജ റളിയല്ലാഹു അൻഹ അതിനുള്ള പക്വത കാണിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഈ ലോകത്തും പരലോകത്തും ബഹുമാന ആദരവുള്ള പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ അവർ പെട്ടു. അള്ളാഹു സുബ്ഹാനഹു അവരെ ബഹുമാനിച്ചു, ആദരിച്ചു എന്നുള്ളതാണ്. ഈ പറയുന്ന ചരിത്രങ്ങൾ, ഈ സംഭവങ്ങൾ, അതിൽ നിന്ന് നമ്മൾ കൃത്യമായി പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണോ അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിച്ച് അതിന് താഴ്മ കാണിച്ച് ആ പറയുന്ന സത്യം കണ്ടെത്തിയത് സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മൾ മാതൃകയാക്കേണ്ടത് അവരെയാണ്. എന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു നൽകിയ ബുദ്ധിയും കഴിവും പക്വതയും തൻ്റെ ഇടവും ആദരവുമൊക്കെ അള്ളാഹുവിൻ്റെ ദീന് കണ്ടെത്താൻ അതിന് കഴിയാതെ ഹതഭാഗ്യരായി പോയവർ സമൂഹത്തിൽ വലിയ സ്ഥാനക്കാരനാണ്, പേരും പ്രശസ്തിയുമുള്ളവനാണ് എന്ന് കരുതി നാം ഒരിക്കലും അവരെ മാതൃകയാക്കാനോ അവരിന് പാഠം ഉൾക്കൊള്ളാനോ അവരുടെ വഴിയിൽ സഞ്ചരിക്കാനോ പോകരുതേ. ഈ ചരിത്രങ്ങളിൽ നിന്ന് ഇതുപോലത്തെ വലിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി സ്വീകരിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയെ പോലത്തെ ഉത്തമരായ സ്ത്രീകളും അതുപോലെ ആദരണീയരായ പുരുഷന്മാരെ മാതൃകയാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. ചെറിയൊരു ഭാഗം കൂടി ഈ പറയുന്നത് അവസാനിപ്പിക്കും. ഫീ ശവ്വാലിൻ മിൻ ഹാദിഹി സനത്തി, ഈ വർഷത്തിലുള്ള ശവ്വാൽ മാസത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. റസൂലിന് ചെറിയ കുട്ടികളുണ്ട്, സമൂഹത്തിലാണെങ്കിൽ ദഅവത്തുമായി പോകേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ നുബുവത്തിന്റെ 10ാമത്തെ വർഷത്തിൽ തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗദത ബിൻത സംഅയുടെ മകളായ സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കാതെ നിന്ന് ചെറിയ കുട്ടികൾ വീട്ടിൽ, അതിൻ്റെ ബാധ്യതകളുണ്ട്, ദാവത്തുമായിട്ട് പോകേണ്ടുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അഭ്യുദയകാംക്ഷികളായ റസൂലിനോട് സ്നേഹമുള്ള ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദ റളിയല്ലാഹു അൻഹയെ റസൂൽ വിവാഹം കഴിക്കുകയാണ്. കാനത്ത് മിമ്മൻ അസ്ലമ ഖദീമൻ, അവർ ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ കൂടെ ഹബശയിലേക്ക് ഹിജറ പോകുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഭർത്താവ് സക്രാൻ ഇബ്നു അംർ എന്നായിരുന്നു പേര്. വകാന ഖദ് അസ്ലമ വഹാജറ മാഹ, ഭർത്താവും ഭാര്യയും അവർ മുസ്ലിമായി മക്കയിൽ ജീവിക്കാൻ കഴിയാതെ ഹബശയിലേക്ക് ഹിജറ പോയി. അങ്ങനെ ഭർത്താവ് സക്രാൻ റളിയല്ലാഹു അൻഹു ഫമാത ബി അർളിൽ ഹബശ, ഹബശയിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ പിന്നെ ഇവർ ഒറ്റപ്പെട്ടു, അവിടെ ഹബശയിൽ ഒറ്റപ്പെട്ടു, പ്രയാസപ്പെട്ടു. അങ്ങനെ അവർ പിന്നെ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അവിടെ ഭർത്താവ് മരണപ്പെട്ടു, നിസ്സഹായപ്പോൾ ഫലമ്മ ഹല്ലത്ത് ഖതബഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ആലോചിച്ച് വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. വകാനത്ത് അവ്വലു ഇംറാത്തിൻ തസവ്വജഹ ബഅദ വഫാത്തി ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്ത് അതിൻ്റെ ശേഷം ഏറ്റവും ആദ്യം വിവാഹം കഴിച്ചത് അവരെയാണ്. അവർ പിന്നെ റസൂലിൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കാനും പോറ്റി വളർത്താനൊക്കെ പറ്റുന്ന നിലക്ക് അവരെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. വകാനത്ത് ഖദ് വഹബത്ത് നൗബതഹ ലി ആയിഷ റളിയല്ലാഹു അൻഹ അഖീറൻ, പ്രവാചകൻ ഏകദേശം വയസ്സായ സമയത്തും അവർക്ക് വാർദ്ധക്യമായ സമയത്തും അവരുടെ ദിവസം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ദാനമായി നൽകുകയും ചെയ്തു. വലിയ സേവനങ്ങൾ അവർക്ക് അള്ളാഹുവിലുള്ള പ്രതിഫലങ്ങളും കാര്യങ്ങളും മോഹിച്ചുകൊണ്ട് അതുപോലത്തെ ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.